കുടുംബം നമ്മുടെ മുമ്പിലായിരിക്കുന്ന ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളുമായിട്ടാണ്. ഈ ചേച്ചിയുടെ പേര് ദീപ, ബ്രദറിന്റെ പേര് ശശികുമാർ. ഇവർ വരുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ്. ഈ ചേച്ചി പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്. 1998 ചേച്ചിയുടെ അനിയത്തിയും വീണ്ടും തൊട്ട് താഴെയുള്ളൊരു ചേച്ചിയുമായിട്ട് നമ്മുടെ ബ്രദറിൻ്റെ അടുക്കൽ മീറ്റിങ്ങിനായി വന്നു. അന്ന് ചേച്ചിയോട് ചേച്ചിയുടെ അനിയത്തിയോട് ബ്രദർ ചോദിച്ചിരുന്നു, ചേട്ടത്തിയുടെ കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വേദനയുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. 98 അന്ന് ചേച്ചിയുടെ അനിയത്തി പറഞ്ഞു അങ്ങനെ യാതൊരു കുഴപ്പവുമില്ല, ചേച്ചി അങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു. ചേച്ചി പറയുന്ന 2000 ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. എന്നാൽ 2004 ആയപ്പോഴേക്കും ചേച്ചിക്ക് SLE എന്ന രോഗം പിടിപെട്ടു. കാലിന് പ്രയാസമായി, വെല്ലൂർ ചികിത്സയിലായി. ചേച്ചി പറയുന്ന വീൽ ചെയറിലായിരുന്നു ചേച്ചി ഹോസ്പിറ്റലിലൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത്രത്തോളം പ്രയാസമായിരുന്നു 2004 മുതൽ. എന്നാൽ പിന്നീട് ചേച്ചി ബ്രദറിനെ അന്വേഷിച്ച് നടന്നു പ്രാർത്ഥനയ്ക്ക് വരാൻ വേണ്ടിയിട്ട്. അത് എവിടാണോ എങ്ങനെയാണോ എന്ന് പോലും ചേച്ചി ആ കുടുംബം മറന്നുപോയി, അവർക്ക് വരാൻ കഴിഞ്ഞില്ല. എന്നാൽ ചേച്ചി പറയുന്നത് 2007 വിദേശത്തായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹാർവസ്റ്റ് പ്രോഗ്രാമിലൂടെ ബ്രദറിൻ്റെ മീറ്റിംഗ് കാണുവാനെ കൊണ്ടിടയായി. അങ്ങനെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് ചേച്ചി ബ്രദറിനെ വിളിച്ചു. അങ്ങനെ ബ്രദർ പറഞ്ഞു നമ്മുടെ ചർച്ചിൽ വന്ന് പ്രാർത്ഥന കൂടാൻ പറഞ്ഞു. അങ്ങനെ 2017 തന്നെ നമ്മുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ചേച്ചി പറയുന്നത് SLE രോഗം അതോടുകൂടി മാറിപ്പോയി. അവർ 2017 പ്രോഗ്രാം കണ്ട് 2017 TV പ്രോഗ്രാം കണ്ടു. ആ സമയത്ത് ഇവിടെ വന്നു. അന്ന് മുതൽ SLE മാറിപ്പോയി. ഭയങ്കര കാര്യമാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഇത് 2024 നടന്നതല്ല, 25 നടന്നതല്ല, 2017 നടന്നതാ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറയാം. ചേച്ചി പറയുന്നത് വീണ്ടും 2022 പോയി വീണ്ടും അത് ടെസ്റ്റ് ചെയ്തു. അപ്പോഴും അത് നോർമൽ ആയിരുന്നു എന്നാ ചേച്ചി സാക്ഷ്യപ്പെടുന്നത്. SLE ഉണ്ടായിരുന്നു. എത്ര വർഷം? 2007 മുതൽ 2004 മുതൽ SLE എന്ന രോഗം ഉണ്ടായിരുന്നു. വെല്ലൂർ CMCയിലായിരുന്നു ട്രീറ്റ്മെന്റ്. SLE എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും അറിയോ? നമ്മുടെ ബ്ലഡിനകത്തുള്ള സെൽസ് തന്നെ നമ്മുടെ ബ്ലഡിനോട് തന്നെ പ്രതികരിക്കുന്നതാണ്. അങ്ങനെ അസുഖം വന്ന ആളുകളുടെ അവയവങ്ങൾ ഓരോന്ന് കേടാവും. ലിവർ പോവും, കിഡ്നി പോവും, ഹാർട്ട് പോവും, മസിൽസ് പോവും. അവർക്കൊരിക്കലും ചികിത്സയുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. എന്നാൽ 2004 വന്ന SLE 2017 എന്നാ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. 2017 അതുവരെ മെഡിസിൻ കഴിച്ചോണ്ടിരുന്നത്. അത്രയും വർഷമായിട്ട് മെഡിസിൻ കഴിച്ചോണ്ടിരുന്നത്. വെല്ലൂരിലത്തെ മെഡിസിൻ കഴിച്ചോണ്ടിരുന്നത്. 2017 സൗഖ്യമായി. 2025 ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അതൊരു വലിയ കാര്യമാണ്. അതേപോലെ ചേച്ചി പറയുന്നത് ചേച്ചിയുടെ കാലിന് നിരന്തരമായി നീര് വരുമായിരുന്നു. എന്നാൽ 2024 നമ്മുടെ മെയ് മാസത്തെ ക്യാമ്പിന് അറ്റൻഡ് ചെയ്ത് 2 ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അത് മാറിപ്പോയി. പിന്നെ SLE ഉള്ള കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ. 2017 മാറിയത്. ഇതൊരു സാക്ഷ്യം പറഞ്ഞില്ല. അത് കാലിൽ കുറച്ച് നീരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കർത്താവ് കൊടുത്തൊരു നല്ല എഴുന്നേറ്റ് ഒരു നല്ല കൈയടി കൊടുത്തേ കർത്താവിനെ. 2004 തനിക്ക് SLE രോഗം വന്നതാണ്. 2017 കർത്താവ് അത് സൗഖ്യമാക്കി. 2025 നിൽക്കുന്നത്. 2 പ്രാവശ്യം പോയി പരിശോധിച്ചു. SLE ഇല്ല. യേശു തനിക്ക് സൗഖ്യം തന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒരു നല്ല ആമേൻ പറഞ്ഞേ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറഞ്ഞേ. അതേപോലെ ബ്രദറെ ഈ കുടുംബത്തിന് 2019 ഇവരെ വിദേശത്തു നിന്നുള്ള ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ വളരെ സങ്കടത്തോടെ ബ്രദറിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. ഇവർ പറയുന്നത്, ബ്രദർ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടേണ്ട, അതിനേക്കാൾ നല്ലത് ശ്രേഷ്ഠമായത് നിങ്ങൾക്ക് നാട്ടിൽ ദൈവം തരുമെന്ന് പറഞ്ഞു. അന്ന് ഇവരിവിടെ ചർച്ചിൽ നിന്ന് മടങ്ങി പോകുന്ന വഴിയിൽ കൊട്ടാരക്കര ഒരു കട കാണുവാനെ കൊണ്ട് ഇടയായി തീർന്നു. അവർ പറയുന്നത് അതവർക്ക് സ്വന്തമായി തീർന്നു. അതിനോടൊപ്പം ഒന്നുകൂടി അവർക്ക് ലഭിച്ചു. ഇപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ കർത്താവിനെ ഞാൻ കൊട്ടാരക്കര പോകുമ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കുടിച്ചേച്ചാൽ പോകത്തുള്ളേ. വലിയ കാര്യമാണ്. സന്തോഷമാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കടയ്ക്ക് നേരുന്ന കരമുയർത്തിക്ക്, ഈ ബിസിനസ്സിൻ്റെ നേരുന്ന കരമുയർത്തിക്ക്, ഈ കുടുംബത്തിന് നേരുന്ന കരമുയർത്തിക്ക്. കർത്താവേ, നീ ഇവർക്ക് കൊടുത്ത ഇവർക്ക് നേരെ കരങ്ങൾ ഉയർത്തി പിടിച്ച് കർത്താവേ, ഇവർക്ക് നീ കൊടുത്ത അത്ഭുത വിടുതലിനായി നന്ദിയപ്പ. ഇവരുടെ ബിസിനസ് വർദ്ധിക്കട്ടെ, സമ്പത്ത് വർദ്ധിക്കട്ടെ, എല്ലാ മേഖലയിലും ഉയർച്ച ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം.